നമ്മളിൽ എത്ര ആളുകൾക്ക് വുളുവിൻ്റെ അഹ്കാമുകൾ അറിയാം? അറിയാവുന്ന ആളുകൾ കൂടെ ഉണ്ടായിട്ടും ചോദിക്കുന്ന ആളുകൾ എത്ര? വുളുവിൻ്റെ അഹ്കാമുകൾ, തയമ്മുമിൻ്റെ അഹ്കാമുകൾ, നിസ്കാരത്തിൻ്റെ അഹ്കാമുകൾ, നോമ്പിൻ്റെ അഹ്കാമുകൾ. നമുക്ക് പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിൽ ഒരു ശ്രദ്ധയും ആളുകൾ കാണിക്കുന്നില്ല, ഒരു പഠനവും ആളുകൾ നടത്തുന്നില്ല. അതിലൊക്കെ വലിയ അലസന്മാരാണ്, മടിയന്മാരാണ്. ഒരു ദർസ്, ഒരു 10 മിനിറ്റ് ഒരു ക്ലാസ് കേൾക്കാൻ, ഒരു ദർസ് കേൾക്കാൻ ക്ഷമ അവനെ സമ്മതിക്കുന്നില്ല. എന്നാൽ മൊബൈലിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ട് മണിക്കൂറുകളോളം ഇരിക്കും. രാത്രി 12 മണി വരെ, 1 മണി വരെ, 2 മണി വരെ മൊബൈലും എല്ലാ റീൽസുകളും എല്ലാ വരുന്ന ക്ലിപ്പുകളും ഒക്കെ കാണും. ഖുതുബ 1 മിനിറ്റ് വൈകിയാൽ, ക്ലാസ് 1 മിനിറ്റ് വൈകിയാൽ, ഒരു 10 മിനിറ്റിന് ദർസിലേക്ക് വിളിച്ചാൽ അവരെ പിശാച് പിടിച്ചു വലിച്ച് അവരുടെ ബെഡിൽ തന്നെ ഇടും, അല്ലെങ്കിൽ അവർ ഇരിക്കുന്നിടത്ത്, അല്ലെങ്കിൽ അവർ കളിക്കുന്നിടത്ത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതിലേക്ക് മത്സരിച്ചു വാ, ഇഹ്രിസ് അലാ മാ യൻഫഉക. നിങ്ങൾക്ക് ഉപകാരമുള്ള വിജ്ഞാനത്തിലേക്കും പ്രവർത്തനത്തിലേക്കും മുന്നിട്ട് വരൂ. എന്നിട്ട് വസ്തഇൻ ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിആന നടത്തണം എന്നാണ് പറഞ്ഞാൽ. വലിയ തൗഫീഖ് വേണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്തുകൊണ്ടാണ് ഇബാദത്തിൻ്റെ കൂടെ ഇസ്തിആനത്ത് പറഞ്ഞത്? ഇബാദത്തുകൾ ചെയ്യാൻ അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമായതുകൊണ്ടാണ്. റബ്ബേ, നിനക്ക് ഇബാദത്ത് ചെയ്യുന്നു, അതിനു വേണ്ടിയുള്ള സഹായം നിന്നോട് ചോദിക്കുകയും ചെയ്യുന്നു. പടച്ച റബ്ബിനോട് നമ്മൾ എപ്പോഴും സഹായം ചോദിക്കണം. കാരണം ഇബ്ലീസ് തടസ്സം നിൽക്കും, അലസത, മടി, ദുർബലത തടസ്സം നിൽക്കും, കൂട്ടുകാർ തടസ്സം നിൽക്കും, ഉറക്കം തടസ്സം നിൽക്കും, പലതും നന്മയിൽ തടസ്സമായി നിൽക്കും. അതില്ലാതിരിക്കാൻ എന്ത് വേണം? അള്ളാഹുവിനോട് നിങ്ങൾ സഹായം തേടിക്കൊണ്ട് ഏത് കാര്യവും തുടങ്ങാവും. അതിൽ പെട്ടതാണ് ബിസ്മില്ലാ. ബിസ്മില്ല എന്ന് പറയും. ഏത് കാര്യം തുടങ്ങുമ്പോഴും ബിസ്മില്ല. ബിസ്മില്ല എന്നുള്ളത് ഒരു ഇസ്തിആനയാണ്. അള്ളാഹുവിനോട് ഒരു സഹായം തേടലാണ് ബിസ്മില്ല എന്ന് പറയുന്നത്.